ഹായ് എവരിവൺ, ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ജൂനിയർ ക്ലർക്ക് എക്സാമിന് വേണ്ടിയുള്ള GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which are the 5 permanent members of the 15-member United Nations Security Council with veto power? അതായത് യുണൈറ്റഡ് നേഷന്റെ സെക്യൂരിറ്റി കൗൺസിലുള്ള വീറ്റോ പവർ അധികാരമുള്ള, അറിയാമല്ലോ വീറ്റോ അധികാരമുള്ള 5 രാജ്യങ്ങൾ, അതായത് പെർമനന്റ് മെമ്പേഴ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ 5 രാജ്യങ്ങൾ ആരൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഉണ്ട്: ചൈന, കാനഡ, റഷ്യ, UK, USA, ചൈന, ഫ്രാൻസ്, റഷ്യ, UK, USA, ഫ്രാൻസ്, റഷ്യ, ഓസ്ട്രേലിയ, UK, USA, കാനഡ, ബ്രസീൽ, ജർമ്മനി, UAE, USA. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ്. വീറ്റോ പവറുള്ള രാജ്യങ്ങളുടെ വിവരം കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അധികാരം കൈയാളുന്ന ഒരു സെറ്റ് ഓഫ് കൺട്രീസ് ആണ് ഈ പറയുന്ന പെർമനന്റ് മെമ്പേഴ്സ് പറയുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ചൈന, അല്ലെങ്കിൽ തന്നെ ഈ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ പ്രബലരായ രാഷ്ട്രങ്ങളുടെ ലിസ്റ്റ് നമ്മൾ നോക്കിയാൽ തന്നെ ഓപ്ഷൻ ബി തന്നെയാണ് അല്ലേ. ബാക്കിയുള്ളതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത്രയും പോപ്പുലർ അല്ലാത്ത, അല്ലെങ്കിൽ അത്രയും ഇമ്പാക്റ്റ് ലോകത്തുണ്ടാക്കാൻ സാധിക്കുന്ന രാജ്യങ്ങളല്ലാത്ത രാജ്യങ്ങളിലുള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിൽ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഇതിന് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ചൈന, ഫ്രാൻസ്, റഷ്യ, UK, US. റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഫാക്ട്സ് നോക്കാം നമുക്ക്. യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ 50 മെമ്പേഴ്സ്. യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ എത്ര അംഗങ്ങളുണ്ട്? 15 അംഗരാജ്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. 5 പെർമനന്റ് മെമ്പേഴ്സ് ആൻഡ് 10 നോൺ പെർമനന്റ് മെമ്പേഴ്സ്. 5 സ്ഥിര അംഗങ്ങളുണ്ട്, 10 നോൺ പെർമനന്റ് സ്ഥിരമല്ലാത്ത 10 അംഗങ്ങളും സ്ഥിരമായ 5 അംഗങ്ങളും ചേർന്നാണ് ഈ 15 അംഗങ്ങൾ എന്ന് പറയുന്നത് സെക്യൂരിറ്റി കൗൺസിൽ. 5 പെർമനന്റ് മെമ്പേഴ്സ് ആർ കളക്റ്റീവ്ലി കോൾഡ് ആസ് P5. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. P5 നേഷൻസ് എന്ന് നമ്മൾ ഇവരെ എന്ത് ചെയ്യാറുണ്ട്? ചുരുക്കി വിളിക്കാറുണ്ട്. P5 നേഷൻസ് എന്ന് പറഞ്ഞാൽ ദ 5 പെർമനന്റ് മെമ്പേഴ്സ് ഓഫ് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ. യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിലുള്ള 5 പെർമനന്റ് മെമ്പേഴ്സ് രാജ്യങ്ങളെ, ആ രാജ്യങ്ങളെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് P5 എന്ന് ചുരുക്കി വിളിക്കും. ആരൊക്കെയാന്ന് നമ്മൾ കണ്ടല്ലോ. നോൺ പെർമനന്റ് മെമ്പേഴ്സ് ആർ ഇലക്ടഡ് ഫോർ 2 years tenure by the ജനറൽ അസംബ്ലി. ജനറൽ അസംബ്ലി 2 വർഷ കാലാവധിയിലാണ് മറ്റു രാജ്യങ്ങളെ നോൺ പെർമനന്റ് മെമ്പേഴ്സ് ആയിട്ട് തെരഞ്ഞെടുക്കുന്നത്. UN സെക്യൂരിറ്റി കൗൺസിലേക്ക് ഇന്ത്യ മെമ്പർ ആയിട്ടുണ്ടായിരുന്നു. നിലവിൽ പാകിസ്ഥാൻ മെമ്പറാണ്. അപ്പോൾ അതൊക്കെ അവരുടെ കാലാവധി 2 വർഷം. 2 വർഷം കഴിയുമ്പോൾ ഈ രാജ്യങ്ങളെ ഷഫിൾ ചെയ്ത് അടുത്ത രാജ്യങ്ങളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? സെലക്ട് ചെയ്തുകൊണ്ടിരിക്കും. ജനറൽ അസംബ്ലി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ മാറാതിരിക്കുന്ന ഈ 5 പെർമനന്റ് നേഷൻസിനെ നമ്മൾ എന്ത് വിളിക്കുക? P5 എന്ന് വിളിക്കുക. ഓക്കെ, ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Who is the only Indian to be awarded both India's highest civilian award Bharat Ratna and Pakistan's highest civilian award Nishan-e-Pakistan? ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിൽ ആർക്കാണ് ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നവും പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ നിഷാൻ-ഇ-പാകിസ്ഥാൻ ലഭിച്ചെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിൽ ജവഹർലാൽ നെഹ്റു ഉണ്ട്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഉണ്ട്, മൗലാന അബ്ദുൽ കലാം ആസാദ് ഉണ്ട്, മൊറാർജി ദേശായി ഉണ്ട്. ഇതിൽ ആർക്കാണ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പരമോന്നത ദേശീയ ബഹുമതി ലഭിച്ച ആർക്കാണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിൽ നിന്നൊരു ഉത്തരത്തിലേക്ക് എത്താൻ ശ്രമിച്ചാൽ ആർക്കാണ് നമ്മളെ ട്വിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന, കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അല്ലേ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനും അതുപോലെ മൗലാന അബ്ദുൽ കലാം ആസാദും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിന് ആൻസർ, ഉത്തരം മൊറാർജി ദേശായിയാണ്. മൊറാർജി ദേശായിയാണ് ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നവും പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ നിഷാൻ-ഇ-പാകിസ്ഥാനും നേടിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹു വാസ് ദ ലാസ്റ്റ് ഒഫീഷ്യൽ റൂളർ ഓഫ് ട്രാവൻകൂർ അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് ബൈ മെർജിംഗ് ട്രാവൻകൂർ, കൊച്ചി ആൻഡ് മലബാർ? തിരുവിതാംകൂറും കൊച്ചിയും കൂടെ ചേർന്ന് തിരുക്കൊച്ചിയെയും മലബാറിനെയും കൂടെ മെർജ് ചെയ്ത് കേരള സംസ്ഥാനം രൂപീകരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന അവസാനത്തെ തിരുവിതാംകൂർ രാജാവ് ആരാണെന്നുള്ളതാണ് ചോദ്യം. തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ആരാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ: ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുണ്ട്, മൂലം തിരുനാൾ രാമവർമ്മയുണ്ട്, ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുണ്ട്, മാർത്താണ്ഡവർമ്മയുണ്ട്. നോക്കൂ, ഈ തിരുവിതാംകൂർ, അതായത് മധ്യകാല തിരുവിതാംകൂറിന്റെ കാലഘട്ടം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുന്ന എപ്പോഴും നല്ലതാണ്. കാരണം ഏത് സാഹചര്യത്തിലും അന്നത്തെ തിരുവിതാംകൂർ രാജാവ് ആരെന്ന് ചോദിച്ചാൽ ആ വർഷം നമുക്കറിയാമെന്നുണ്ടെങ്കിൽ ഏത് രാജാവാണെന്ന് ഭരിച്ചത് നമുക്ക് കാൽക്കുലേറ്റ് എടുക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാവരുടെയും പേര് ഓർഡറിൽ അവരുടെ ഇയർ കൂടി ചേർത്ത് പഠിച്ചു വെച്ചാൽ വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഇവിടുത്തെ ഉത്തരം ചിത്തിര തിരുനാളാണ്. തിരുവിതാംകൂറിന്റെ അവസാനത്തെ രാജാവ് എന്ന് പറയുന്നത് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് കേട്ടോ. നോക്കൂ, ചില റിലേറ്റഡ് ഫാക്ട്സ് കൂടെ നോക്കാം.
കേരള സ്റ്റേറ്റ് വാസ് ഫോംഡ് ബൈ മെർജിംഗ് ട്രാവൻകൂർ, കൊച്ചി ആൻഡ് മലബാർ ഇൻ ദ ഇയർ 1956. 1956 അറിയാമല്ലോ, എന്നാണ് കേരളപ്പിറവി എന്നാണ്, നവംബർ 1 അല്ലേ. അപ്പോൾ 1956 നവംബർ 1 തിരുക്കൊച്ചിയെ മലബാറിനോട് സംയോജിപ്പിച്ചുകൊണ്ട് എന്ത് രൂപീകരിക്കുന്നത്? കേരള സംസ്ഥാനം രൂപീകരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് തിരുക്കൊച്ചി എന്ന് പറയുന്നത് തിരുവിതാംകൂറും കൊച്ചിയും കൂടെ മെർജായിട്ടുള്ളൊരു ഭൂപ്രദേശവും മലബാർ എന്ന് പറയുന്ന മറ്റൊരു ഭൂപ്രദേശവും ഉണ്ടായിരുന്നു. ഈ രണ്ട് പ്രദേശവും കൂടെ ചേർത്താണ് എന്താകുന്നത്? തിരുക്കൊച്ചിയും മലബാറോടെ ചേർന്നാണ് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഈ നേരത്തെ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ 3 പ്രവിശ്യകളായിട്ട് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ പിന്നീട് എന്ത് ചെയ്തു? തിരുവിതാംകൂറിനെയും കൊച്ചിയോടെ ചേർത്തുണ്ടായതാണ് എന്ത്? ട്രാവൻകൂർ കൊച്ചി വാസ് ഫോംഡ് ബൈ മെർജിംഗ് ട്രാവൻകൂർ ആൻഡ് കൊച്ചി ഓൺ 1949 ജൂലൈ 1. 1949 ജൂലൈ 1 അപ്പോൾ ഈ ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. പക്ഷേ കേരളം എന്ന മലയാളം സംസാരിക്കുന്ന നാട്ടുകാർക്ക് വേണ്ടി കേരളം എന്നൊരു സംസ്ഥാനം രൂപീകരിക്കണം എന്നായിരുന്നു ഐക്യകേരള പ്രസ്ഥാനത്തിൻ്റെ ആവശ്യം. അപ്പോൾ ആദ്യത്തെ ഘട്ടമായിട്ട് തിരുവിതാംകൂറും കൊച്ചിയും കൂടി ചേർത്ത് തിരുക്കൊച്ചിയാണ് രൂപീകരിച്ചത്. മലബാറിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. മലബാർ ആക്ച്വലി മലയാളം സംസാരിക്കുന്ന ആൾക്കാരുടെ കൂട്ടമാണെങ്കിലും കാസർഗോഡ് ജില്ലയുമായിട്ട് കർണാടക സംസ്ഥാനവുമായിട്ടൊക്കെ അതിർത്തി പങ്കിടുന്ന ഭാഷയിൽ വൈവിധ്യങ്ങളൊക്കെ ഉള്ളതായിരുന്നെങ്കിലും മലയാളം സംസാരിക്കുന്നവരുണ്ടായിരുന്നെങ്കിൽ കൂടി മലബാറിനെ അന്ന് തിരുക്കൊച്ചിയും സംയോജനത്തിന്റെ കൂടെ ചേർക്കുകയുണ്ടായില്ല. തിരുവിതാംകൂറിനെ കൊച്ചിയോടെ സംയോജിപ്പിച്ച് 49 ജൂലൈ 1 തിരുക്കൊച്ചിയാണ് രൂപീകരിച്ചത്. ദെൻ പിന്നീടാണ് മലബാറിനെയും കൂടെ അതിനോടൊപ്പം ചേർത്തുകൊണ്ട് മലയാളം സംസാരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി കേരളം എന്ന സംസ്ഥാനം രൂപീകരിച്ചത്. ക്ലിയർ അല്ലേ? ദ റൂളർ ഹു ബിക്കെയിം ദ രാജപ്രമുഖ് ഓഫ് ട്രാവൻകൂർ കൊച്ചി. ഈ തിരുവിതാംകൂറും കൊച്ചിയും കൂടെ സംയോജിപ്പിച്ചപ്പോൾ അന്നത്തെ രാജപ്രമുഖായിരുന്നു, അതായത് ഗവർണർ എന്ന പോസ്റ്റിന് തുല്യമായൊരു പദവിയായിരുന്നു അന്നത്തേത് രാജപ്രമുഖ് എന്ന് പറയുന്നത് കേട്ടോ. ആ രാജപ്രമുഖായിരുന്നത് ശ്രീ ചിത്തിര തിരുനാളാണ്. അതായത് അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ചിത്തിര തിരുനാളാണ് എന്താകുന്നത്? അന്നത്തെ രാജപ്രമുഖായി മാറും, തിരുക്കൊച്ചിയുടെ രാജപ്രമുഖായിട്ട് മാറുന്നത്. അന്നത്തെ ഉപരാജപ്രമുഖായിട്ട് ഉപരാജപ്രമുഖ എന്ന സ്ഥാനം നൽകാനായിട്ട് അന്നത്തെ കൊച്ചി രാജാവിനെ ക്ഷണിച്ചെങ്കിലും അദ്ദേഹം അത് നിരസിക്കുകയായിരുന്നു കേട്ടോ. അതായത് തിരുവിതാംകൂറിനെയും കൊച്ചിയും കൂടെ സംയോജിപ്പിച്ചുണ്ടായ തിരുക്കൊച്ചിയുടെ രാജപ്രമുഖ എന്ന പൊസിഷൻ കിട്ടിയത് അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ശ്രീ ചിത്തിര തിരുനാളിലാണ് കേട്ടോ. അതുപോലെ അന്നത്തെ കൊച്ചി രാജാവായിരുന്ന കൊച്ചി രാജാവിനോട് ഉപരാജപ്രമുഖ എന്നൊരു പോസ്റ്റ് വെച്ച് നീട്ടിയെങ്കിലും അദ്ദേഹം എന്ത് ചെയ്തു? അത് സ്നേഹത്തോടെ നിരസിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഉപരാജപ്രമുഖ സ്ഥാനം ആരേറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല? നമ്മുടെ കൊച്ചി രാജാവ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് സോഷ്യൽ റിഫോർമർ ഫൗണ്ട് ആര്യ സമാജ് ഇൻ ദിയർ 1875? ആര്യ സമാജ് 1875 സ്ഥാപിച്ച ആരാണെന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരാണ് ഓപ്ഷനിൽ കിടക്കുന്നത്. ഇതിൽ ആരാണ് ആര്യ സമാജ് വർഷം 1875 സ്ഥാപിച്ചതെന്നുള്ളതാണ് ചോദ്യം. സ്വാമി വിവേകാനന്ദനുണ്ട്, സ്വാമി ദയാനന്ദ സരസ്വതി ഉണ്ട്, രാജാറാം മോഹൻ റോയ് ഉണ്ട്, രവീന്ദ്രനാഥ് ടാഗോർ ഉണ്ട്. ഇവരിൽ ആരാണെന്നുള്ളതാണ് ചോദ്യം. ആര്യ സമാജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം മനസ്സിൽ വരേണ്ടതാണ് അല്ലേ? ദയാനന്ദ സരസ്വതി, അതുപോലെ ബ്രഹ്മസമാജം, രാജാറാം മോഹൻ റോയ് ആണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട ബേസിക് ഫാക്ട്. കൊച്ചു ക്ലാസ്സിൽ തൊട്ട് പഠിക്കുന്നതാണ്. ഓക്കെ, ചില റിലേറ്റഡ് ഫാക്ട്സ് നോക്കുള്ളൂ. രാമകൃഷ്ണ മിഷൻ, ഈ നമ്മുടെ ഓപ്ഷനുമായി ബന്ധപ്പെട്ട ചില റിലേറ്റഡ് ഫാക്ട്സ് ആണ്. രാമകൃഷ്ണ മിഷൻ എന്ന സംരംഭം അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം ആരംഭിച്ചത് വിവേകാനന്ദനാണ്. അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേരിൽ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ മെമ്മോറിയൽ പോലെ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് രാമകൃഷ്ണ മിഷൻ ആര് സ്ഥാപിക്കുന്നത്? വിവേകാനന്ദൻ സ്ഥാപിക്കുന്നത്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച വർഷം 1897 അതുപോലെ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ബൈ രാജാറാം മോഹൻ റോയ്, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ഓർഗനൈസേഷനാണ് ബ്രഹ്മോ സമാജ്. ബ്രഹ്മോ സമാജ് എന്നുള്ളത് അതിനു മുമ്പ് ബ്രഹ്മസഭ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നതാണ്. 1828 സ്ഥാപിക്കുന്നത്. ഓക്കെ, ദ ഫൗണ്ടർ ഓഫ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. വിശ്വഭാരതി സർവകലാശാലയുടെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ചതാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ആദ്യം ഒരു ചെറിയൊരു വിദ്യാലയം പോലെ ആരംഭിച്ചതാണ്. പിന്നീടാണ് വളർന്ന് എന്തായി മാറിയ ഒരു സർവകലാശാലയായിട്ട് മാറിയത്. ഈ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ്, അതായത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലിടം നേടിയ സർവകലാശാലയാണ് എന്ന് പറയുന്നത് വിശ്വഭാരതി എന്ന് പറയുന്നത്. പൈതൃക പട്ടികയിൽ ഇടം നേടിയ വർഷം 2023 ഏകദേശം 2 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കറണ്ട് അഫയേഴ്സിന്റെ സെക്ഷനിൽ നമുക്കതിനെ ഒരു പോയിന്റായിട്ട് കൺസിഡർ ചെയ്യാം. അതോടൊപ്പം തന്നെ അതൊരു GK ഫാക്ട് കൂടിയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡോക്ടർ BR അംബേദ്കർ കോൾഡ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച് ഏത് ആർട്ടിക്കിളിനാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ പല അനുച്ഛേദങ്ങളുണ്ട്. അതിൽ 32 ഉണ്ട്, 14 ഉണ്ട്, 352 ഉണ്ട്, 364 ഉണ്ട്.
അംബേദ്കർ ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32-നെയാണ്. ആർട്ടിക്കിൾ 32 എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പൗരന്റെ പൗരസ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടാൽ സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. റിട്ട് എന്ന് പറഞ്ഞാൽ ഒരു പൗരന്റെ അവകാശത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി സുപ്രീം കോടതി എടുക്കുന്ന നടപടികളാണ്. അപ്പോൾ ആ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അനുമതി കൊടുക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. സുപ്രീം കോടതിക്ക് കൊടുക്കുന്ന എന്താണ് ആ അധികാരം കൊടുക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ഹൈക്കോടതിക്ക് അതേപോലെ ഹൈക്കോടതിക്കും പവർ കിട്ടുന്നുണ്ട്, അത് വേറൊരു ആർട്ടിക്കിൾ പ്രകാരമാണ്. അപ്പോൾ ഈ 32ാമത്തെ ആർട്ടിക്കിളിനെയാണ് അംബേദ്കർ എന്ത് വിശേഷിപ്പിക്കുന്നത്? അതായത് ഒരു പൗരന്റെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടാൽ സുപ്രീം കോടതി ഇടപെട്ടത് പുനഃസ്ഥാപിച്ചു കൊടുക്കുന്ന ആ ആർട്ടിക്കിളിനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അതിന്റെ എന്തെന്ന് വിളിച്ചത്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ അല്ലേ? അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 32 നേരത്തെ പറഞ്ഞാൽ സുപ്രീം കോടതിക്ക് എന്ത് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്നു. ആർട്ടിക്കിൾ 226 ഇതേ അധികാരം ഹൈക്കോടതിക്ക് നൽകുന്നത്. ഹൈക്കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 226. ഓക്കെ. ആർട്ടിക്കിൾ 14 എന്താണെന്ന് നോക്കിയാൽ, റിജക്ട്സ് എനി ടൈപ്പ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, റേസ് ആൻഡ് റിലിജൻ, പ്ലേസ് ഓഫ് ബർത്ത് ഓർ സെക്സ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞ ഇത്രേ ഉള്ളൂ, തുല്യതയ്ക്കുള്ള അവകാശം. അതായത് ജനിച്ച സ്ഥലത്തിന്റെ പേരിലോ ജാതിയുടെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ ലിംഗത്തിന്റെയോ അല്ലെങ്കിൽ ജന്മസ്ഥലത്തിന്റെ പേരിലോ ഒന്നും ആൾക്കാർ എന്ത് ചെയ്യാൻ പാടില്ല, വിവേചിക്കാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥ പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ തുല്യതയ്ക്കുള്ള ആർട്ടിക്കിൾ. ഓക്കെ. ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസിയാണ്, ദേശീയ അടിയന്തരാവസ്ഥയാണ്. നമുക്ക് അറിയാം, ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ള സമയങ്ങളിൽ പ്രയോഗിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ 356 സ്റ്റേറ്റ് എമർജൻസിയാണ്, അതായത് സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടുത്തെ ഭരണത്തിനെ പിരിച്ചുവിട്ടുകൊണ്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്ന ആർട്ടിക്കിൾ 356 പ്രകാരമാണ്. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയായ EMS മന്ത്രിസഭ 1959 വിമോചന സമരത്തിന്റെ ഭാഗമായി പിരിച്ചുവിട്ടുകൊണ്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതും ആർട്ടിക്കിൾ 356 ആ ഒരു പ്രൊവിഷൻസിൽ കൂടെയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസിയാണ്, ധനകാര്യ അടിയന്തരാവസ്ഥയാണ്. ഇന്ത്യയിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത അടിയന്തരാവസ്ഥയാണ് എന്ന് പറയുന്നത് ധനകാര്യ അടിയന്തരാവസ്ഥ പറയുന്നത്. അതിന്റെ ആർട്ടിക്കിൾ 360 ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ കേരള ക്യാബിനറ്റ് ഹു ഇസ് ദ മിനിസ്റ്റർ ഫോർ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം. അതായത് അസാപ്പ്, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അസാപ്പ് ആണ്. അസാപ്പിന്റെ മന്ത്രി ആരാണെന്നുള്ളതാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. കെ എൻ ബാലഗോപാൽ ഉണ്ട്, ശിവൻകുട്ടി ഉണ്ട്, ഡോക്ടർ ആർ ബിന്ദു ഉണ്ട്, പി രാജീവ് ഉണ്ട്. ഇതിൽ ആരാണ് അസാപ്പ്, അതായത് നൈപുണ്യ വികസന നൽകുന്ന ട്രെയിനിങ് നൽകുന്ന ഒരു പ്രോഗ്രാമാണ് അസാപ്പ് എന്ന് പറയുന്നത്. അതിന്റെ ചുമതലയുള്ള മന്ത്രി ആരാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി ഡോക്ടർ ബിന്ദു ആണ്. അതായത് ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന ആർ ബിന്ദു, അവർക്ക് തന്നെയാണ് ഇതിൻ്റെയും കൂടി പോർട്ട്ഫോളിയോ ഉള്ളത്. അപ്പൊ ചില ഉള്ള മന്ത്രിമാരുടെ അവരുടെ പോർട്ട്ഫോളിയോ നമുക്ക് ജസ്റ്റ് നോക്കാം. കെ എൻ ബാലഗോപാലിന് ഫിനാൻസ് ആണ്, ധനകാര്യ മന്ത്രിയാണ് ആരെന്ന് പറയുന്നത് കെ എൻ ഇവർക്കൊക്കെ സബ് പ്രൊവിഷൻസ് ഉണ്ട് കേട്ടോ. മറ്റു പല ലോട്ടറി അതുപോലെ സ്റ്റാമ്പ് ഡ്യൂട്ടീസ് ഇങ്ങനെയൊക്കെ ഇതിന്റെ ഫിനാൻസിന്റെ സബായിട്ടുള്ള ഒരുപാട് മറ്റു പോർട്ട്ഫോളിയോസും ആർക്കുണ്ട്, ബാലഗോപാലിനുണ്ട്. അതുപോലെ ഓരോ മന്ത്രിമാർക്കുണ്ട്. എന്നാലും മെയിൻ ആയിട്ടുള്ള ആ വകുപ്പ് മാത്രം നമ്മൾ പറയുന്നുള്ളൂ. വി ശിവൻകുട്ടി ജനറൽ എഡ്യൂക്കേഷൻ ആൻഡ് ലേബർ, അതായത് പൊതുവിദ്യാഭ്യാസ വകുപ്പും തൊഴിൽ മന്ത്രിമാർ തന്നെയാണ്. വി ശിവൻകുട്ടിയാണ്. ആർ ബിന്ദു ഹയർ എഡ്യൂക്കേഷൻ സോഷ്യൽ ജസ്റ്റിസ്, ഉന്നത വിദ്യാഭ്യാസവും സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആരാണ്? ആർ ബിന്ദു ആണ്. ഇതിന്റെ കൂട്ടത്തിലാണ് എന്തുകൂടി വരുന്നത്, അവർക്ക് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാമിന്റെ കൂടെ ചുമതല അവർക്ക് ലഭിക്കുന്നത്. പി രാജീവ് ലോ ആൻഡ് ഇൻഡസ്ട്രീസ്, നിയമവും വ്യവസായവും പി രാജീവിന്റെ പോർട്ട്ഫോളിയോ ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഹിരാക്കുഡ് ഡാം ഇൻ ഒഡീഷ ഇസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് റിവർ? ഒഡീഷയിലെ ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളതാണ്. ഓപ്ഷൻ എ കൃഷ്ണ, ബി നർമ്മദ, സി ഗോദാവരി, ഡി മഹാനദി. അപ്പൊ ഈ നദികളുടെയൊക്കെ ഏകദേശം ഒരു സ്ഥാനം ഒക്കെ മനസ്സിലായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിപൂർവ്വം ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്ന് പറയുന്നത്. ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ ഡി മഹാനദിയാണ്. മഹാനദിയാണ് ഒഡീഷയിലെ ഹിരാക്കുഡ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന നദി എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ് ഹോസ്റ്റഡ് ദ 2025 നാഷണൽ സരസ് മേള? അതായത് ദേശീയ സരസ് മേള 2025 ഹോസ്റ്റ് ചെയ്ത സംസ്ഥാനം ഏതാണെന്നുള്ളതാണ് ചോദ്യം. കർണാടകയുണ്ട്, മഹാരാഷ്ട്ര ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്, കേരളം ഉണ്ട്. 2025 ദേശീയ സരസ് മേള ഹോസ്റ്റ് ചെയ്തത് ആരാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി കേരളമാണ് കേട്ടോ. 2025 ദേശീയ സരസ് മേള ആതിഥേയത്വം വഹിച്ചത് കേരളമാണ്. ഓക്കെ. നെക്സ്റ്റ് നോക്കൂ.
who is the player who took the most wickets in 2025 IPL and won the Purple Cap, one of the most prestigious individual awards in the Indian Premier League. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 2025 പർപ്പിൾ ക്യാപ്പ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ബോളർമാർക്ക് ലഭിക്കുന്ന ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡാണ് എന്ന് പറയുന്നത് പർപ്പിൾ ക്യാപ്പ് എന്ന് പറയുന്നത്. ഈ പർപ്പിൾ ക്യാപ്പ് അവാർഡ് നേടിയത് ആരാണെന്നുള്ളതാണ്, ഏത് പ്ലെയർ ആണ് ഈ പർപ്പിൾ ക്യാപ്പ് നേടിയെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് പ്രസിദ്ധ് കൃഷ്ണയുണ്ട്, ജസ്പ്രീത് ബുംറയുണ്ട്, നൂർ അഹമ്മദ് ഉണ്ട്, ജോഷ് ഹേസൽവുഡ് ഉണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ കൃത്യമായിട്ട് എല്ലാ സീസണും ഫോളോ ചെയ്യാത്തവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഉത്തരം പ്രസിദ്ധ് കൃഷ്ണയാണ്. പ്രസിദ്ധ് കൃഷ്ണയാണ് 2025 IPL ബെസ്റ്റ് വിക്കറ്റ് അല്ലെങ്കിൽ ടോപ്പ് വിക്കറ്റ് ടേക്കർ എന്ന് പറയുന്നത് കേട്ടോ. അതിനുള്ള പർപ്പിൾ ക്യാപ്പ് ലഭിച്ചത് പ്രസിദ്ധ് കൃഷ്ണയ്ക്കാണ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ചില റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. വിന്നേഴ്സ് ഓഫ് 2025 IPL റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ. റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് 2025 IPL വിജയിച്ചത്. ആ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഫസ്റ്റ് സീസൺ മുതൽ കളിക്കുന്ന ടീമാണ്. ആദ്യമായിട്ടാണ് ചാലഞ്ചേഴ്സിന് കപ്പ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് കപ്പ് നേടുന്നത് 2025 റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ഓക്കെ, ഫൈനൽ വെന്യൂ, അതായത് ഫൈനൽ നടന്ന വേദി ഏതാണെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയമാണ് എന്താണ് ഇതിന്റെ ഫൈനൽ വെന്യൂ, അതായത് അവസാനത്തെ ഫൈനൽ മത്സരത്തിന്റെ വെന്യൂ ആയിട്ടുണ്ടായിരുന്നത്. റണ്ണേഴ്സ് അപ്പ് പഞ്ചാബ് കിങ്സ് ആണ്. പഞ്ചാബ് കിങ്സിനാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പരാജയപ്പെടുത്തിക്കൊണ്ട് 2025 IPL കിരീടം ഉയർത്തിയത്. ഓക്കെ, ഓറഞ്ച് ക്യാപ്പ് വിന്നർ. ഓറഞ്ച് ക്യാപ്പ് വിന്നർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരത്തിന് കൊടുക്കുന്ന അവാർഡാണ്, ബാറ്റ്സ്മാന് കൊടുക്കുന്ന അവാർഡാണ് എന്ന് പറയുന്നത് ഓറഞ്ച് ക്യാപ്പ് എന്ന് പറയുന്നത്. അത് ലഭിച്ചത് സായ് സുദർശനാണ് ഓറഞ്ച് ക്യാപ്പ് ടോപ്പ് റൺ ടേക്കർ അല്ലെങ്കിൽ ടോപ്പ് റൺ ഗെറ്ററിന് ലഭിക്കുന്ന അവാർഡ് എന്ന് പറയുന്നത്. അടുത്ത മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്. മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ, ടൂർണമെന്റിന്റെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ എന്ന് പറയുന്നത് സൂര്യകുമാർ യാദവ് ആയിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനപ്പെട്ട, അതായത് 2025 IPL നൽകപ്പെട്ട പ്രധാനപ്പെട്ട ചില അവാർഡുകളാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ recent initiative of Kerala Motor Vehicles Department to monitor traffic violations, enforce traffic laws and reduce road accidents through automated traffic enforcement using AI-powered cameras and other technologies. അതായത് AI-powered ക്യാമറാസും അതുപോലെ മറ്റു ടെക്നോളജികളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ട്രാഫിക് വയലേഷൻസ് കണ്ടുപിടിക്കുക, ട്രാഫിക് ലോസ് എൻഫോഴ്സ് ചെയ്യുക, അതുപോലെ ആക്സിഡന്റുകളുടെ റേറ്റ് കുറയ്ക്കുക തുടങ്ങിയ പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് കേരള മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച പദ്ധതിയുടെ ആ സ്കീമിന്റെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിക്കോളൂ. താലോലമുണ്ട്, നിർഭയമുണ്ട്, സേഫ് കേരളയുണ്ട്, സുഖയാത്രയുണ്ട്. ഓപ്ഷൻസ് കാണുമ്പോൾ ചൂസ് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, അതായത് കൃത്യമായിട്ട് എല്ലാ പ്രോഗ്രാമിനെ പറ്റിയും ധാരണ ഇല്ലെങ്കിൽ പോലും നമുക്ക് കൃത്യമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഉത്തരം കേട്ടിട്ടുണ്ടോ? അതായത് ഈ വേറെ രീതിയിൽ, വേറെ ഏതെങ്കിലും രീതിയിലെങ്കിലും നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സേഫ് കേരളയാണ് കേട്ടോ. സേഫ് കേരളയാണ്. സേഫ് കേരള എന്ന് പറയുന്ന പ്രോഗ്രാമാണ് എന്താണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ട്രാഫിക് ലോസ് എൻഫോഴ്സ് ചെയ്യാനും റോഡ് ആക്സിഡൻസ് കുറയ്ക്കാനും അതുപോലെ ട്രാഫിക് വയലേഷൻസ് കണ്ടുപിടിക്കാനൊക്കെ ഏപ്പോഴുള്ള സെറ്റപ്പുകളൊക്കെ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സെഷൻ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.